മലപ്പുറം വളാഞ്ചേരിയിൽ രാസലഹരിയും കഞ്ചാവും തിമിംഗല ഛർദിലുമായി 3 പേർ പിടിയിലായിട്ടുണ്ട്. രണ്ടത്താണി സ്വദേശിയായ കല്ലൻ നാസർ, ലക്ഷദ്വീപ് സ്വദേശികളായ മുഹമ്മദ് റാഷിദ്, ഹുസ്നി മുബാറക് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 43 ഗ്രാം MDMA, 4 കിലോ കഞ്ചാവ്, 3 കിലോ തിമിംഗല ഛർദിൽ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേർന്നു. ശാന്തകുമാർ, വിവരങ്ങൾ എങ്ങനെ? സേതു, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ടാണ് വളാഞ്ചേരി പോലീസ് ഇവരെ പിടികൂടുന്നത്. അതിലുമാണ് പിടിച്ചെടുക്കുന്നത്. ഈ കാവുംപുറത്തെ ഒരു വാടക വീട്ടിലാണ് ഈ ലക്ഷദ്വീപ് സ്വദേശികളായ ഈ യുവാവും യുവതിയും കഴിഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് ഈ വീട് ശരിയാക്കി കൊടുത്തത് ഈ രണ്ടത്താണി സ്വദേശി കല്ലൻ നാസറാണെന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെ ഇവരുടെ ചില നീക്കങ്ങളിൽ സംശയം തോന്നിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിൽ പരിശോധന നടത്തിയത്. വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് വലിയ തോതിലുള്ള രാസലഹരി കണ്ടെത്തുന്നത്. അതിനകത്ത് 43 ഗ്രാം MDMA ഉണ്ട്, 4 കിലോ കഞ്ചാവുണ്ട്, 3 കിലോ തിമിംഗല ഛർദിലുണ്ട്. ഈ തിമിംഗല ഛർദിലൊക്കെ കോടികൾ വില വരുമെന്നാണ് പോലീസ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ളതും ഇതിന് പുറകിൽ മറ്റേതെങ്കിലും ഇതിലുള്ള വലിയ ശൃംഖല ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തുടർന്ന് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സേതു. ഓക്കെ, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.